ഹായ്. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വയലത്തൂർ എത്തില്ല. ഞങ്ങളൊന്നുമില്ല, ഇന്ന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു ഇത് സെറ്റ് ചെയ്യാച്ചിട്ടായിരുന്നു, മീൻ വാങ്ങാൻ പോകണം. ഞങ്ങളൊരു വലിയ മീൻ വാങ്ങിയിട്ട് അത് ഞങ്ങളൊരു ഐഡിയയിൽ ഞങ്ങൾ റെസിപ്പി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വയലത്തൂർ മാർക്കറ്റിലേക്ക് വന്നാണ്. വന്ന് നോക്കുമ്പോൾ നല്ല മഴ, മഴ. കുട നിർത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ കുട എടുത്തിട്ടില്ല. മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ മഴ. വണ്ടിൻ്റെ ഉള്ളിൽ സത്യം പെട്ട് കിടക്കുന്നത്. ഒരിക്കലും വന്നിട്ടാണ് വണ്ടി വയലത്തൂർ മാർക്കറ്റിൽ ഈ ബസ് പാർക്കിങ്ങിൽ പേ പാർക്കിങ്ങിൽ വന്നിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാതെ കംപ്ലൈൻറ്റ് ആയത്. എന്നിട്ട് നാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചെത്തിയിട്ടാണ് പോയത്. പിന്നെ രാത്രി വന്നപ്പോൾ ചെറിയ റില പോയത് കാരണമാണ് അന്ന് നമ്മളെ മൊത്തം ദിവസത്തിൻ്റെ പ്ലാനിങ് പോയത്. പ്ലാനിങ് അതിന് വേണ്ടി പോയതാണ്. റിലേ എന്ന് പറഞ്ഞത് വണ്ടിൻ്റെ റിലേ കേട്ടോ, അല്ലാതെ നമ്മളെ രണ്ടാളെ റിലേ അറിയില്ലാണ്, അല്ലാതെ വണ്ടിൻ്റെ റിലേ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, പോയി നോക്കാം എന്താ ഏത് മീനാ കിട്ടുക, എന്താ കിട്ടാന്നൊന്നും അറിയാം. പോയി നോക്കാം. ഇറങ്ങാൻ വരാൻ കാണിച്ചില്ല. പുറത്തത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചിരട്ടെ. വലിയൊരു പേപ്പർ വർക്കിങ്ങിന്റെ അവസ്ഥ ഇത് കണ്ട. ഏതാ മഴ നോക്കുകയാണ്, വല്ലാത്തൊരു ജാതി മഴ. കണ്ട പെരുമഴ. കാരണം ഇപ്പോൾ ഓൾറെഡി റെഡ് അലേർട്ടായിട്ട് ലീവാണ്, കോറിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ലീവാണ്. അതിൻ്റെ ഇടയിൽ കൂടി എന്തിനടെ വൃത്തിയായിട്ട പാട്ട് പാടുന്നത്. ഒരാളിവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അല്ലാത്തൊരു ജാതി മഴ. അപ്പോൾ ഞങ്ങൾ വയലത്തൂരിൻ്റെ മാർക്കറ്റിനുള്ളിലെത്തി. മാർക്കറ്റിനുള്ളിൽ നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് കണ്ടമാനം കട ഉണ്ടായിരുന്നു, എല്ലായിടത്തും മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ചെന്ന് നോക്കുമ്പോൾ ആകെ 2 കടയുള്ളത്, ബാക്കിയുള്ള കട ഒക്കെ അവധിയായിട്ടോ. കാരണം എന്താ വെച്ചാൽ മീൻ കമ്മിയായത് കാരണം എല്ലായിടത്തും ഇല്ല കേട്ടോ. നമ്മളെ പ്ലാനിങ് തെറ്റില്ല. വയലത്തൂർ മാർക്കറ്റിൽ മീനില്ല, പിടിക്കാൻ പറ്റിയ വലിയ മീനില്ല. അപ്പം തിരിച്ചു ഞങ്ങൾ വയലത്തൂർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ സാധനം ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കോട്ടെ, അവിടെ ഉണ്ടാവട്ടെ. ഞങ്ങളിപ്പോൾ ഇതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കൽപ്പഞ്ചേരി ഭാഗത്ത് കടുങ്ങാത്തുണ്ട് എന്ന് പറഞ്ഞത്. കടുങ്ങാത്തുണ്ട് നമ്മുടെ ഒരു സ്റ്റേഷൻ്റെ ഒക്കെ അപ്പുറം, കുറച്ചും കൂടി അപ്പുറത്തായിട്ട് നമ്മുടെ ക്യാമറ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ ഒരു മീനിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ വയലത്തൂർ മീൻ മാർക്കറ്റത്തെ അയാൾ പറഞ്ഞത് കേട്ടോ. അയാളെ പരിചയക്കാരനാണ്. അവിടെ 4 ചെമ്പല്ലി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കൊരു ഉറപ്പായി, പ്രതീക്ഷ ഉണ്ട് സാധനം 4 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പക്ഷേ ഉണ്ടാവുന്നുള്ള ഉറപ്പായിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഇതാ കണ്ടമാനം ഓടാണ്ട്. അപ്പോൾ മച്ചിങ്ങപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട കുറച്ചും കൂടിയൊക്കെ പോകാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുദ്ദേശം മീൻ കിട്ടല തന്നെ കേട്ടോ. നമുക്ക് ഇനി അത് മാറ്റില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനം കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് നമുക്കൊരാഗ്രഹങ്ങൾ, ചെറിയ ആഗ്രഹങ്ങളല്ലേ നമുക്ക്, അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറങ്ങലാട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതാണ്ട് എത്താനായിട്ട് അവിടെ ഞങ്ങൾ കടുങ്ങാത്തോണ്ട് എത്താനായിട്ടാ. കടുങ്ങാത്തോണ്ട് എവിടെയൊന്നും എനിക്കറിയില്ല. അവിടെ എത്താനായി പേട്ടൻ പറഞ്ഞ് ഞാൻ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. കനറാ ബാങ്കിന്റെ നേരെ മുന്നിലാണോ അല്ലേ ഈ മീൻ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെ അവിടെ എത്താനായിട്ട്. നമ്മൾ ഉദ്ദേശിച്ച ഷോപ്പ് വരുന്നത് നമ്മുടെ കൽപ്പഞ്ചേരി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കനറ ബാങ്ക്, റൈറ്റ് സൈഡിലാണ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നേ പോയ റൈറ്റ് സൈഡിലാട്ടെ നമ്മൾ മീനിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ വണ്ടി ഒറ്റയടിക്ക് നിർത്താൻ കഴിയാത്ത കാരണം തിരിച്ച് പെട്രോൾ പമ്പിൻ്റെ അവിടെ തിരിച്ച് പോയി വന്നതിൻ്റെ ശേഷമാണ് ചപ്പാത്തി കമ്പനി കഴിഞ്ഞിട്ട് 4ാമത്തെ ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിതാ വന്നപ്പോൾ 4 ചെമ്പല്ലി ഉണ്ട് കേട്ടോ അവിടെ. ഞാനും ആദ്യമോനും കൂടി ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒക്കെ 2 കിലോൻ്റെ ലെവലുള്ള ചെമ്പല്ലികളാണുള്ളത്. ചെറുതെന്ന് പറയാൻ ഇല്ല കേട്ടോ അവിടെ, ഒറ്റൊന്നും പോലില്ല. പിന്നെയുള്ളത് ചെറിയ കോരയുണ്ട് നമ്മുടെ, അത് മാത്രമേ ഉള്ളൂ ചെറുതായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വലിയ മീനാട്ടോ, നല്ല സൈസുള്ള. ഒക്കെ 2 കിലോൻ്റെ ലെവലിൽ 2 കിലോൻ്റെ മേലേക്കൊക്കെ ഉള്ള മീനുകളെ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെന്തായാലും ആഗ്രഹിച്ചതല്ലേ, ഇനി 2 ആയാലും 5 ആയാലും നമ്മൾ വാങ്ങുന്നുള്ള പ്രതീക്ഷ ഉറപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ ആ 2 കിലോൻ്റെ ലെവലുള്ളൊരു മീൻ തന്നെ എടുത്തിട്ടോ. അപ്പോൾ മറ്റേതെന്താ വെച്ചാൽ എങ്ങനെ നോക്കി എല്ലാം ഒരേ ലെവലിൽ തന്നെ ഇട്ടാണ് വരുന്നത്, ഒന്നിനും കമ്മിയൊന്നുമില്ല, വെയിറ്റൊക്കെ ഒരേ മാതിരി തന്നെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ മീൻ എടുത്ത് സെറ്റായിട്ടോ. ഇനി നമ്മുടെ ഉദ്ദേശശുദ്ധി പരിപാടികളൊക്കെ നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ മീൻ കിട്ടി, ക്യാഷൊക്കെ കൊടുത്ത് സെറ്റായി പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി മീൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മളെ മനസ്സിലുള്ളൂ കേട്ടോ. വലിയ റേറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ. പിന്നെ തന്നെ മീൻ പൊതുവേ കുറവായതുകൊണ്ട് ഇത് പുറത്തത്തെ മീനായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലൊന്നും ആവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ മീൻ വാങ്ങാൻ കടപ്പുറം പോകാമെന്ന് വിചാരിച്ചിട്ട് കടപ്പുറം പോയിട്ട് ഇപ്പോൾ കാര്യമില്ല. ഇപ്പോൾ വലിയ മീനൊന്നും കടപ്പുറത്ത് നിന്ന് ഡയറക്റ്റ് കിട്ടണില്ല, വളരെ കുറവാണ്. ആ കടയിൽ നിന്ന് വാങ്ങിയ ഐസിൻ്റെ മേത്ത് വെച്ച് തേക്കുന്നത് തണുക്കണ മുഖം നായിട്ട് തണുക്കണ ആ ഐസ് വെച്ചാണ്ടേ, ആ മീനിൻ്റെ ഐസ് വെച്ചാണ് മുഖത്ത് തണുപ്പിക്കണത്. വല്ലാത്തൊരു കുട്ടിയാണോ പെട്ടിയാണ്, അതിന് സാധനമില്ല, കാലിയാണ്.
ഇല്ല മോന് വാങ്ങും എനിക്കറിയാം എന്തൊക്കെ വാങ്ങി അപ്പോൾ അതെ നമ്മളെ മീൻ ഇതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ വലിയ മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മീൻ വാങ്ങിയ മീനിക്ക് വേണ്ടിയിട്ടുള്ള അതിക്കുള്ള മസാലക്കൂട്ടുകളാണ് ഇപ്പോൾ ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ടത്. അമ്മയും നമ്മൾ രണ്ടാളും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മീൻ നന്നാക്കാനുള്ളത് നമ്മളെ പണിയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള പരിക്ക് പോട്ടെ. അപ്പോൾ ആദ്യമോൻ അവിടെ കളിക്കട്ടെ, ഞങ്ങൾ പോയി നോക്കട്ടെ. ഏതായാലും എന്താ പണി? ചായയും കടി കഴിക്കാം. ആയിക്കോട്ടെ, നല്ല കുട്ടിയാണ് കേട്ടാ. ശരി. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മീൻ പൊള്ളിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ വായൻ്റെ ഇല വേണം. അപ്പോൾ വായൻ്റെ ഇല എടുക്കാച്ചിട്ട് നമ്മളെ തൊടിക്കാനായിട്ട് പോകണം. നമ്മൾ താഴത്ത് പറമ്പിക്കണം. അതാണ് നമ്മുടെ കിണർ യൂസ് ചെയ്യുന്ന കിണർ അവിടെ ഇട്ടാണ്. കാരണം നമ്മൾക്ക് വീടും കിണറും കൂടി അപ്പുറത്തും പുറത്തും ഒരുപാട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമ്മുടെ ഇതാണ് വീടൊക്കെ ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് താഴത്തുള്ളത് കാണുന്നത്. പിന്നെ കിണറിൽ വെള്ളമൊക്കെ എല്ലാം ഇപ്പോൾ ഒരേ മരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വായൻ്റെലേക്ക് വെട്ടി വന്ന് കിച്ചണിലെത്തിയപ്പോഴാണ് ആദ്യമോ മീനിൽ നിന്ന് ഒത്താൽ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കണ്ണ് വേണം തന്നെയാണ്. കുറേ നേരമായി കണ്ണാണ് കേട്ടോ. എപ്പം നന്നാക്കുമ്പോഴും കണ്ണാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്മയോട് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും അതിക്കുള്ള മസാലക്കൂട്ടുകളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടെ. ഇത് മറ്റേ എല്ലാ ഐറ്റംസും റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പണി ഇത് ക്ലീൻ ആക്കൽ തന്നെ കേട്ടോ. ക്ലീൻ ആക്കൽ എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അവിടെ കടയിൽ നിന്ന് റെഡി ആക്കി വെച്ചാൽ മതി തന്നെ. പക്ഷേ നമ്മൾ വിചാരിച്ചെന്താ വെച്ചിട്ട് അവർ ഞൊക്കെ വെട്ടിക്കാണ്ട് പല ചെറുതാക്കി തന്നാലോ വെച്ചിട്ടാണ് നമ്മളെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ ഇടയ്ക്ക് ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഒരുവിധം സംഗതികളൊക്കെ ഇതിൻ്റെ മുള്ളുകളൊക്കെ എന്തായാലും പഴയ മരുന്നല്ല, ഭയങ്കര ഹാർഡാണ്. ഒരുവിധം നല്ല നമ്മൾ വിചാരിച്ച് സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒന്നല്ല കേട്ടോ. ഇതിൻ്റെ വാല് മുറിക്കാൻ തന്നെ ഞാൻ നല്ല പാടുപെട്ടു കേട്ടോ. നമ്മളെ വീട്ടിലിപ്പോൾ ഈ വലിയ കത്തി ഇല്ല ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ മുറിക്കാനായിട്ടുള്ള വലിയ കത്തില്ല. അതൊന്ന് വാങ്ങണം. വലിയ ഇറച്ചിക്കടയിലൊക്കെ ഉള്ള മരത്തെ വലിയ കത്തിക്കൊന്ന് വാങ്ങണം. ഇത് മുറിക്കാൻ വാലൊക്കെ ഭയങ്കര ടമ്പറായത് കാരണം 2-3 വട്ടം മുറിക്കാൻ കുറച്ചൊരു കഷ്ടപ്പാടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ചിതമ്പലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. ഭയങ്കര ഹാർഡാട്ടോ. അപ്പോൾ അതിനിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കത്തി കൊണ്ട് എന്തായാലും പോരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടു. അപ്പോൾ ഈ കത്തി ഞാൻ ഒഴിവാക്കിയാണ്ട് അപ്പോൾ വീട്ടിൽ വേറൊരു കത്രിക ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ടൈലർ പരിപാടിയൊക്കെ ഉപയോഗിച്ചിരുന്നൊരു കത്രി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അല്ല പിന്നെ ആ കത്രികയായിട്ടാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചത് കേട്ടോ. ഇപ്പോൾ മെഷീനില്ലാത്തതുകൊണ്ട് ടൈലർ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലപ്പോൾ കത്രിക അവിടെ വെറുതെ കിടക്കുക കേട്ടോ. അപ്പോൾ ആ കത്രികയായിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ചിറകും ചിതമ്പലൊക്കെ വെട്ടി ഒഴിവാക്കി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ചാൽ കത്രികയായിട്ടാകുമ്പോൾ ഒരു വിധം ബെറ്ററായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കാരണം നല്ല സ്ട്രോങ് ഉള്ള സംഗതിയല്ലേ കത്രിക. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള മുള്ളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാട്ടോ. തീരെ നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലാണ് അതിൻ്റെ മുള്ളുകളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ മീൻ അത്യാവശ്യം ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ടമ്പറായിട്ടാണ്. മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മീറ്റാണ് മീനിന്. കാരണം മുള്ള് കുറവായിട്ടാണ് ഈ മീറ്റുമ്മ കാണുന്നത്. കൂടുതലായിട്ടും മീറ്റ് തന്നെയാണ് ഇതിമ്മ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര നല്ല രീതിയിൽ വൃത്തിയാക്കിയാലും അതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഇല്ലായിരിക്കില്ലല്ലോ. പിന്നെ നല്ല വയറിങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പഞ്ഞീനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നില്ല. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോഴെല്ലാം മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ. ഇത് മാജിക് ബോക്സ് മാതിരിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇല്ല കേട്ടോ. അത് നമ്മൾ ഉദ്ദേശിച്ച മാതിരിയൊന്നുമില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ആകെയുള്ളതൊരു ചെറിയൊരു പഞ്ഞീനും ഒരു കരളും ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു നല്ല ഒരുപാട് ഐറ്റംസ് പഞ്ഞീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ. ഈ പുഴ മത്സ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്തുമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പഞ്ഞീനും നല്ലതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊന്നുമില്ല, നെയ്യ് മാതിരിയൊക്കെ ഉണ്ടാവും. ഇതങ്ങനെ ഇത് കടൽ മീനായതുകൊണ്ട് ഇതിന് നെയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് മാക്സിമം ഉപയോഗിക്കാനുള്ള ഇറച്ചി കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന ലെവലിൽ തന്നെ കേട്ടോ അത് വരുന്നത്. നല്ലൊരു ഇതാട്ടോ വരുന്നത്. നല്ല മീറ്റേനെ കൂടുതലായതുകൊണ്ട് നല്ല കുഴപ്പമില്ല. അങ്ങനെ ആദ്യമോൻ അതിൽ കളിച്ചുകൊണ്ടിരിക്കട്ടെ. ആദ്യമോൻ പിന്നെ ഇങ്ങനത്തെ ഒക്കെ കിട്ടിയ കൗതുകത്തിൻ്റെ പുറത്ത് നല്ലവണ്ണം കളിച്ചുകൊണ്ടിരിക്കണമല്ലോ. മറ്റേ ആൾ പിന്നെ അവിടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് നമ്മളതിൽ ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതാക്കാളിട്ടുങ്ങാണ്ട് എന്നിട്ട് നമ്മൾ ഇതാക്കാനുള്ള കേട്ടോ. അങ്ങനെ നമ്മുടെ പൈപ്പിൻ്റെ മുകളിൽ അവിടെ വെച്ചിട്ടാണ് ഇത് കഴുകിയിട്ടുള്ളത് കേട്ടോ കൂടുതലായിട്ടും. ആ സമയത്ത് ആദ്യമോനോട് നീച്ച് പോയിട്ടില്ല കേട്ടോ. ആദ്യമോനെ അവിടെ തന്നെ കേട്ടോ പൂച്ചാളമരത്തിനാണ് മീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. കാരണം ഞാൻ അവനോട് ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ തന്നെ പോനെ പറ്റിയില്ല കേട്ടോ അവന്. അങ്ങനെ ഞാൻ എത്ര പറഞ്ഞിട്ട് അവനെ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് മീൻ വരിയിട്ട് കൊടുത്തിട്ടാണ്.
ഒരിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ പിന്നെ കൂടുതലായിട്ട് മസാലയൊക്കെ ഇറങ്ങി കിടക്കും. അപ്പോൾ എല്ലാ മീറ്റിലും ഒന്നാണ്ട് നല്ല ക്ലിയറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മസാലയൊക്കെ നല്ല ക്ലിയറായിട്ട് ഒതുക്കി എടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ പരിപാടി തന്നെ കേട്ടോ. ഓന് കണ്ണ് മതിട്ടോ, കണ്ണുമ്മലാണ് അവൻ്റെ എപ്പോഴും അവൻ്റെ ടാർജറ്റ് ഇട്ടത്. കാരണം കുട്ടി കൊണ്ടുവന്നപ്പോൾ തുടങ്ങി പപ്പ കണ്ണ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് കൊടുക്കാൻ തയ്യാറാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, അവനുള്ളതിനല്ലേ, അവനും വേണ്ടിയിട്ടല്ലേ പോയത്. മീനിൻ്റെ വലിപ്പം നോക്കുമ്പോൾ അവൻ്റെ ഏതാണ്ട് തലൻ്റെ അവിടെ നിന്നിട്ട് അവൻ്റെ അരൻ്റെ അടുത്ത് വരേണ്ട, താഴത്ത് വരേണ്ട, അവൻ്റെ പകുതിയോളം ഉണ്ടിട്ടാ മീനും നമ്മൾ ഉദ്ദേശം വരുന്നില്ല. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ് നമ്മൾ മസാല ആയിട്ട് പൊരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ വെച്ചാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ പച്ച വെളിച്ചെണ്ണ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ കൂടുതലായിട്ട് സുർക്കയോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും എസൻസോ സുർക്കയോ ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ. നമ്മൾ പിന്നെ നാരങ്ങ കേട്ടോ, ഒരു അരമുറി നാരങ്ങ ഒന്നാണ്ട് പിഴിഞ്ഞു കേട്ടോ, ചെറിയൊരു പുളി ഇട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെ ഇന്നത്തെ മസാല കൂട്ടിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ അതിലിട്ടാണ് നല്ല വായൻ്റിൽ തനതായ ശൈലിയിൽ വായൻ്റിൽ ഇട്ട് കണ്ട് ഒന്ന് ഇതാക്കി കണ്ട് മസാലയിൽ ഉറ്റി പുരട്ടുക. പിന്നെ മസാല മസാജിങ് കാട്ടാൻ മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ അത് എല്ലായിടത്തും എത്തിപ്പെടേണ്ട, ഒരിടത്ത് മാത്രമല്ല സകല സ്ഥലത്തും എത്തിപ്പെടേണ്ട മസാല തേക്കാനും. അപ്പോൾ അങ്ങനത്തെ പരിപാടി കേട്ടോ. പിന്നെ മസാല ഇനി ഈ മസാല കൂട്ടി വെച്ച ഭാഗത്ത് ആദ്യം മോൻ എന്താണെന്ന് അറിയില്ല, ആ മസാല നക്കിക്കൊണ്ടേയിരിക്കുക. അതെന്ത് പറ്റിയെന്ന് അറിയില്ല, കുറേ നേരം അയിമ തന്നെ കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലുള്ള അടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസും ഉണ്ട്, ഇതുണ്ട്. പക്ഷേ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട സമയമായതുകൊണ്ട് അപ്പോൾ നമുക്ക് വിറകമ്മ ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. വിറകമ്മലാവുമ്പോൾ വിറക് ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വിറകിനും. പിന്നെ ഉള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ 2 കിലോത്തിൻ്റെ മീനിന് ആകെയുള്ളത് 1 കിലോത്തിൻ്റെ ചട്ടിയാണ് നമ്മളവിടെ ഉള്ളത് കേട്ടോ. അത്രയൊരു പോരായ്മയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ ഈ ഒരു പണിയിൽ. അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. അപ്പോൾ ആദ്യമോന് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമ്മളെ കട്ടാക്കി നിൽക്കുന്നുണ്ട്, എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട് ആൾ നല്ല ഉഷാറായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ആൾ പിന്നെ എല്ലാത്തിനും എന്തുണ്ടാക്കാനും ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ആളെ സംബന്ധിച്ച് ഉഷാറാണ്. പിന്നെ തന്നെ ചില സമയത്ത് ഏത് കുട്ടിയെ കൊണ്ടല്ലോ ഒരു ചീഞ്ഞ സ്വഭാവം, അത് ചില സമയത്ത് ഇവനും ഉണ്ടാകലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഉഷാറായിട്ട് അങ്ങനെ നമ്മുടെ എണ്ണ ആയേക്ക് നമ്മൾ അമ്മൂത മീനറ്റ് വരുന്നു. മീനിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് ഷോക്കാണ്. അപ്പോൾ ആദ്യം പൊരിക്കാനുള്ള വാലിൻ്റെ ഭാഗം കേട്ടോ. വാലിൻ്റെ ഭാഗത്ത് ഒരു സൈഡേ പൊരിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കൂടുതലാണ്. മറ്റേ സൈഡ് 2 സൈഡും എല്ലാ സൈഡും ഒരേമാതിരി മുങ്ങാനുള്ള സ്പേസൊന്നും ഇല്ല കേട്ടോ നമ്മളെ പാത്രത്തിന്. അങ്ങനെ ഒരു സൈഡ് പൊരിക്കേണ്ട, ഒരു സൈഡ് തല 4 ആകാശത്തേക്ക് നോക്കിയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു തലഭാഗം ആ വാൽഭാഗം തന്നെ മറിച്ചിടേണ്ട പരിപാടി ഉണ്ട് കേട്ടോ. മറിച്ചിടാൻ വേണ്ടി ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ കാണിച്ചില്ല, കാരണം എന്താ വെച്ചാൽ ടാസ്ക്കാണ്. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് തലഭാഗം മറിച്ചിട്ട് പിന്നെ ആ ഗ്യാപ്പിലാണ് നമുക്ക് ഇതിക്ക് വേണ്ട ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇതൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു കൂട്ടുണ്ട് കേട്ടോ, ഒരു സ്പെഷ്യൽ കൂട്ടാണ്. ആ കൂട്ടാണ് ഇനി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് അമ്മ അടുപ്പമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇതാക്കാം കേട്ടോ, മീനിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് പിന്നെ ഒന്നും കൂടി നമുക്ക് വേവിക്കാനുള്ള കേട്ടോ ഈ മീനെ വെച്ചുകൊണ്ട്. അങ്ങനെ വാൽഭാഗം മറിച്ചിട്ട് 2 വാൽഭാഗം മറിച്ചിട്ട് ഇനി തല നനയ്ക്കേണ്ട ഒരവസ്ഥയായിട്ട്. അപ്പോൾ തല എണ്ണയിൽ നനയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എണ്ണയിൽ മുക്കിയെടുക്കുക, കുളിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇനി തല എണ്ണയിൽ മുക്കിയിട്ട് എന്താ നല്ല ഉഷാറായിട്ടൊന്ന് വേവിക്കുക. ആ സമയത്ത് അവിടെ നമ്മളെ ഇത് റെഡി ആവുന്നുണ്ട്, നമ്മളെ കൂട്ടയക്കുള്ള അതമ്മ അവിടെ പൊരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തലഭാഗം മറിച്ചിട്ട് തലഭാഗം ഒരു സൈഡ് മറിച്ചിട്ട് അപ്പോൾ വാൽഭാഗം കരപ്പുറത്തായിട്ടാണ്. വാൽഭാഗം കരപ്പുറത്തായെന്ന് പറയേണ്ടത് നമ്മളെ ചട്ടിൻ്റെ തപാറ് സംഭവം തന്നെയാണ് ഇന്നത്തെ ദിവസം തന്നെ. അങ്ങനെ എല്ലാ ഭാഗവും 4 കട്ടായിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തത്. ഒരു മീൻ 2 വശം തല മറിച്ചിട്ട് 2 വശം വാല് മറിച്ചിട്ട് എന്നിങ്ങനെയാണ് ഞങ്ങൾ പൊരിച്ചത് കേട്ടോ. ഭയങ്കര ടാസ്ക്കായിട്ടുള്ള പൊരിയായിരുന്നു എന്ന് പറയാം, വല്ലാത്തൊരു കഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ അലുമിനിയം ഫോയിൽ വായൻ്റെ ഇല വെച്ചിട്ട് വായൻ്റെ ഇലയിലാണ് മീൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ, ഈ കൂട്ട് അതിലായിട്ട് മുകളിൽ വെച്ച് അതിൻ്റെ വയറ്റിലൊക്കെ കുത്തി നിറച്ച് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടതിൻ്റെ ശേഷമാണ് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. പൊതിഞ്ഞെടുത്തിട്ട് വായൻ്റെ ഇല മുകളിൽ വെച്ചിട്ട് ഫോയിൽ വെച്ചുകൊണ്ട് നല്ല പൊതിഞ്ഞ് കൂടുതൽ ലൂസാവാത്ത കോലത്തിൽ പൊതിഞ്ഞെടുക്കണം കേട്ടോ അതിനുള്ള. അപ്പം നമുക്ക് നമ്മളെ ശൈലി കേട്ടോ, നമ്മൾ മറ്റുള്ളവരുടെ ശൈലി നോക്കുന്നില്ല, നമുക്ക് നമ്മളെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കരിവേപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെതറിയിട്ടതിന് ശേഷം മൊത്തത്തിൽ നല്ല ഉഷാറാക്കിയതിന് ശേഷം ഇനി മൊത്തത്തിൽ പൊതിഞ്ഞുണ്ടാക്കണം കേട്ടോ. അത് വായൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പൊതിഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ഫോയിൽ പേപ്പറായിട്ട് മൊത്തം എല്ലായിടത്തും ചുറ്റിയിട്ട് ഒരേമാതിരി ചുറ്റി അത് നല്ല ടൈറ്റാക്കിയിട്ടാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ പരാജയത്തിൻ്റെ ഓരോരോ വക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട. ആദ്യം തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നോട്ടൊരു ശരിയിലോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇപ്പം നമ്മൾ അടുപ്പിലുള്ള കണലൊക്കെ കൂടി വെച്ചുകൊണ്ട് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ നീളം തള്ളി വെക്കുക എന്നായിരുന്നു ആദ്യത്തെ പ്ലാനിങ്. പിന്നെ പ്ലാനിങ് ബി എൻ്റേതായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ നല്ല സെറ്റാക്കി, കാരണം അടുപ്പിൻ്റെ പുറത്തേക്ക് കണലൊക്കെ വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അയിമ വക്കിന് വെക്കാമെന്ന് തന്നെ വിചാരിച്ചിന് കേട്ടോ. ആ വക്കിന് കണൽമ തന്നെ വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പ്ലാനിങ് ബിയും പ്ലാനിങ് ഡി ആണ് ലാസ്റ്റ് വിജയിച്ചത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ
അടുപ്പിൽ കണലുണ്ട്, അത് സെൻറ്ററിക്കാണ് നീക്കി വെച്ചാൽ ഓലക്കൊടി ഇട്ട് കണ്ട് ഇങ്ങനെ തീ കൊളുത്ത് അങ്ങനെ 2 ഭാഗവും ഓരോ സൈഡും ഇങ്ങനെ വേവിച്ച് അങ്ങനെ ഇതാക്കിയിട്ടാണ്. അതാകുമ്പോൾ നല്ല തീ നല്ല ചൂടുണ്ട്, അടുപ്പ് അങ്ങനെ കത്തി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ലാസ്റ്റ് അവിടെ വിജയിച്ചേട്ടാ. മറ്റേ ശരിക്കും നമ്മൾ എന്ത് തന്നെ ചെയ്തില്ല, അങ്ങനെ കാറ്റ് കിട്ടാൻ തീ കണൽ കുറവായപ്പോൾ ഞാനെന്ത് ചെയ്ത് പ്ലേറ്റ് വെച്ചാണ് വീശിയാണ് കണലാക്കിയിട്ടാണ്. അങ്ങനെ നമ്മളെ പരിപാടികൾ ഏതാണ്ടൊക്കെ മറിച്ചിടലും തിരിച്ചിടലൊക്കെ ആയിട്ട് ഭാഗികമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ സംഗതി മീനൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാ ഭാഗവും വെന്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി അമ്മൂനുള്ള അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ മീൻ റെഡി ആയിപ്പോൾ ഇതൊക്കെ ശരിയായി, കണലൊക്കെ ഇത് ചൂടാറി. അപ്പോൾ ഇതടുത്ത് കൊണ്ടുപോകട്ടെ ഞങ്ങളെ മീൻ 2 കിലോ ഉള്ള എന്താ അതിൻ്റെ പേര്, ചൂടുണ്ട് അല്ലേ മൈക്കടാ. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങട്ടെ ഞങ്ങൾ. ഇനി കെട്ടുപൊട്ടിച്ചൂട്, നാരങ്ങയൊക്കെ പിന്നെ വയ്ക്കാം. നല്ല മണം. അപ്പോക്കെ എങ്ങനെ പോണോക്കാണി സംഗതി ചെറിയ പരാജയമാണെങ്കിലും ഞങ്ങൾ വിജയം കൊയ്തിക്കണം. ആ കാര്യത്തിൽ ഞങ്ങൾ സെറ്റാക്കിക്കണം കേട്ടോ. നാരങ്ങ വയ്ക്കട്ടെ മീനില്. തലങ്ങോട്ട് മാറ്റിട്ട് കാണില്ലല്ലോ. നാരങ്ങ പപ്പ വീഞ്ഞോണ്ട് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ മീനൊക്കെ റെഡി ആയിട്ട് ആദ്യം ഒന്ന് നാരങ്ങ പിയാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഓനെ പിയ്യേണ്ട. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഒരുക്കണ്ട. അപ്പോൾ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ബേസിൽ ഡെക്കറേഷൻ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് താത്തി നാരങ്ങ പിയാണ് ഞങ്ങൾ. അതാ കുരുള്ള വർക്ക് അപ്പോൾ ചേട്ടാ ആദ്യമാനാണ് കണ്ണ് തിന്നണം കേട്ടാ. കണ്ണ് തിന്നില്ലേ, കണ്ണല്ലേ തിന്നോടുന്ന നല്ല കുട്ടിയാ. എങ്ങനെയുണ്ട് കണ്ണെങ്ങനെയുണ്ട്? നടക്കുന്നെടുത്തോക്കണി നോക്കണേ. ചിന്തോളി നോക്കാണി എങ്ങനെയുണ്ട് നോക്കാണി. ശരി ആ കണ്ണെടുത്തോ, നടക്കുന്ന നോക്കാം. ഇറച്ചി ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും, അത് നോക്കാം. സൂപ്പറാ. കുഞ്ഞുമാരൊന്നും വരാം.
ഇതിന് കുറച്ച് മീൻ പപ്പയ്ക്കട്ടെ കളഞ്ഞ് ഓനെ പെട്ടാലും അത് അപ്പൊ അവിടുന്ന് മറ്റേ നല്ലതൊക്കെ കഴിച്ചു ഇറക്കുന്നു ആദ്യമോ മീനിന് കണ്ണൊക്കെ വെച്ച് കൊടുക്കട്ടെ, ഉള്ളിൻ്റെ ചെറിയൊരു കഷ്ണം വെച്ച് കൊടുത്താൽ ഉള്ളിക്കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ കണ്ണ് വെച്ച് കൊടുത്തുകൊണ്ട് നിൽക്കട്ടെ ആള്. എന്താണ് എന്ത് കണ്ണാണ്? കക്കരി കണ്ണ. അപ്പോൾ ഞങ്ങൾ 2 കിലോൻ്റെ മീൻ ഇപ്പോൾ ഏതാണ്ട് ലാസ്റ്റ് അവസാന ഭാഗം സ്ട്രെച്ചർ മാത്രം ബാക്കിയായി, മുള്ളു മാത്രം ബാക്കിയായിട്ട്. പിന്നെ സാലഡുകളൊന്നും കൂടുതലായിട്ടും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മീൻ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട്, അച്ഛന്, അമ്മ, ആദി, ഞാൻ, അമ്മു എല്ലാവരും കഴിച്ചിട്ടാണ്. പിന്നെ സനുവിന് അനിയന് പിന്നെ ഞാൻ പോകുന്ന ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ളൊരു പേടി കാരണം അവന് വല്ല ഭക്ഷണം കഴിക്കാനൊന്നും വരലില്ല കേട്ടോ, ഞങ്ങളെ കൂടെ വരലൊന്നുമില്ല. അപ്പോൾ എന്താ ഓനുള്ളത് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാവരും അപ്പോൾ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ, മീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ പരിഹരിച്ച് ഞങ്ങൾ ഇനി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ബെറ്ററായി ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.